നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫൈഹാസ് മീഡിയ. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ യൂട്യൂബിലും ടിക്ടോക്കിലൊക്കെ ട്രെൻഡി ആയിട്ടുള്ള ഡാൽഗോണ കോഫിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കോഫിയാണിത്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാം. നമ്മളിതിങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കോഫി കുടിക്കുന്നത്. നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു കോഫി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് പാലിൽ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് കുടിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയുക. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹോട്ട് മിൽക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ഐസ് ക്യൂബ്സും കൂടെ ചേർത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള ഡാൽഗോണ കോഫി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഡാൽഗോണ കോഫി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നെസ്കഫേൻ്റെ ഗോൾഡ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ നിന്നൊരു 3 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർക്കാം. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിൽ നിന്നൊരു 3 ടേബിൾ സ്പൂണ് കോഫി പൗഡർ ചേർക്കാം. അതേ അളവിന് നമുക്കൊരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂണ് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം, ഹോട്ട് വാട്ടർ. നമ്മൾ കോഫി പൗഡർ എടുക്കുന്ന അതേ മെഷർമെൻറ്റിലാണ് നമ്മൾ വെള്ളം ചേർക്കേണ്ടത്. പിന്നെ മധുരം പഞ്ചസാര നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 1 ടേബിൾ സ്പൂൺ കൂടെ ചേർക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ ഇലക്ട്രിക് ബീറ്ററാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹാൻഡ് വിസ്കും യൂസ് ചെയ്യാം. ഇലക്ട്രിക് ബീറ്റർ ആകുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്കിത് സ്റ്റിഫായി കിട്ടും. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇലക്ട്രിക് ബീറ്റർ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിഫായി കിട്ടും. പിന്നെ നമ്മൾ ഹാൻഡ് വിസ്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടൈം എടുക്കും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. ആദ്യം ഒന്ന് ലോ സ്പീഡിൽ തുടങ്ങിയതിന് ശേഷം പിന്നെ നമുക്ക് കുറേശ്ശായിട്ട് സ്പീഡ് കൂട്ടി കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമുക്കിതൊന്ന് പതപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നല്ല സ്റ്റിഫായിട്ട് നല്ല ഈ ഒരു ടെക്സ്ചറിൽ വേണം വരാൻ വേണ്ടിയിട്ട്. എനിക്കിപ്പോൾ ഇതൊരു ഏകദേശം ഒരു 4 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. 4 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹാൻഡ് വിക്സൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ വേണ്ടി വരും. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് എടുക്കുന്ന പഞ്ചസാര നല്ല ഫൈനായിട്ടുള്ള പഞ്ചസാര ആവണം. പിന്നെ കുറച്ച് വലിയ തരികളുള്ള പഞ്ചസാര ആണെന്നുണ്ടെങ്കിൽ ഇത് ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ ക്രീമൊക്കെ ആയി വരുമ്പോഴും അതൊരു ഇങ്ങനെ ക്രിസ്റ്റൽ പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എപ്പോഴും നല്ല ഫൈനായിട്ടുള്ള പഞ്ചസാര മാത്രം ഇതിന് യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നല്ല കോഫി പൗഡറും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള കോഫി പൗഡർ നമ്മൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ കോഫി എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഡാൽഗോണ കോഫി സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ്സിലേക്ക് 3 ക്യൂബ്സ് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ തണുപ്പ് വേണ്ടെന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഹോട്ട് മിൽക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഐസ് ക്യൂബ്സ് ഒഴിവാക്കിയിട്ട് ഹോട്ട് മിൽക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഭാഗം പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്രീം ഇതിൻ്റെ മുകളിൽ ഫില്ല് ചെയ്യാം. ഇതിൽ ക്രീം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിലർക്ക് നന്നായിട്ട് ഇങ്ങനെ ഉയർത്തി പൊക്കി നിർത്തുന്നതാണ് ഇഷ്ടം. ആ അളവിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡാൽഗോണ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ മറ്റുള്ള ഗ്ലാസ്സിലും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം.
നമ്മുടെ ഡാൽഗോണ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, വളരെ എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. കോഫി ലവേഴ്സിനൊക്കെ എന്തായാലും ഇത് ഇഷ്ടമാവും. പിന്നെ എപ്പോഴും ഇങ്ങനെ കോഫി ഉണ്ടാക്കുന്നതിൽ നിന്നൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് തൊട്ട് താഴെയുള്ള റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ പ്രസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിനോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.